എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവർ രണ്ടുപേരും ഇവിടെ വന്ന് കയറുമ്പോൾ നിന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട അവർക്ക് ഇഷ്ടമാവില്ല. അവരുടെ കുട്ടിക്കാൽ ഓർത്തതമ്മേ. സൃഷ്ടി എന്റെ മടിയിൽ നിന്ന് ഇറങ്ങുകയില്ലായിരുന്നു. അവക്ക് എപ്പോഴും എന്റെ മടിയിലിരിക്കാനായിരുന്നു ഇഷ്ടം. എപ്പോ നോക്കിയാൽ എന്റെ പിറകെ നടക്കും. എന്റെ കൈ കൊണ്ട് ഭക്ഷണം കൊടുത്താലേ കഴിക്കൂ. എന്റെ കൂടെ കിടന്ന് ഞാൻ താരാട്ട് പാടി കൊടുത്താലേ അവൾ ഉറങ്ങൂ. അപ്പൊ പ്രീതയെ ഓടി വരും. ഞാനും അമ്മയുടെ അടുത്തിരിക്കുമെന്ന് പറയും. എനിക്കും അമ്മ ഭക്ഷണം വാരി തരണോന്ന് പറയും. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിയയും ബുൾബുളും അങ്ങനെയൊന്നും ചെയ്യാറില്ലെന്ന്. അവർ രണ്ടുപേരും കണ്ടില്ലേ മര്യാദയ്ക്ക് ഭക്ഷണം ഇരുന്ന് കഴിക്കുന്നതെന്ന്. ഇന്നാണെങ്കിലും അമ്മേ, അവരെന്നെ എന്തുമാത്രം വെറുക്കുന്നുണ്ട്. എന്നോട് എന്തൊരു വെറുപ്പാ അമ്മേ. എന്തുമാത്രം അകന്നു പോയ അവര്. എന്റെ അടുത്ത് വരുന്നത് പോലെ ഇഷ്ടമല്ല. അവർക്ക് എന്റെ മുഖം പോലെ കാണുന്ന ഇഷ്ടമല്ല അമ്മേ. ഉറപ്പായിട്ട് സ്നേഹിക്കും മോളെ. അതെ, നീ അവരുടെ അമ്മയാണ്. നീ അവർക്ക് ജന്മം നൽകി. മക്കളെ അമ്മയിൽ നിന്ന് അകറ്റാൻ ആർക്കും കഴിയില്ല. മതി, ഇനി അവർക്ക് കുറച്ച് സമയം കൊടുക്ക്. അപ്പോഴെല്ലാം ശരിയാകും. അവർക്ക് പരിചയമില്ലാത്തൊരു നഗരാണിത്. ഇവിടെ ആരെയും അവർക്കറിയില്ല. എന്റെ സഹായം അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു അമ്മേ. മറിച്ച് അവർക്ക് കണ്ണീര് മാത്രമേ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഒരുപാട് വഴക്ക് അവരെനിക്ക് പറയേണ്ടി വന്നു അമ്മേ. നീ എന്തിനാണ് അവർ ഒറ്റയ്ക്കാണെന്ന് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നേ? അവർ രണ്ടുപേരും എപ്പോഴും ഒറ്റക്കെട്ടായിട്ടാ നടക്കുന്നത്. പരസ്പരം എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ കരുത്തോടെയാണ് അത് നേരിടുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ആവില്ല? അത് പിന്നെ ആരുടെ മക്കളാ? നിന്റെ മക്കളല്ലേ. ഒരിക്കലും തോറ്റു കൊടുക്കില്ല. ഞാൻ പറയുന്നത് കേൾക്കുമോളെ? എന്തൊക്കെയാ നടക്കുന്നത്? കവിത ഇതുവരെ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അതൊക്കെ നടന്നിട്ടുണ്ട്. എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നെന്താ സംഭവിച്ചത്? ഞാൻ പയറ്റിയ ഇടവ് എങ്ങനെ മാറിപ്പോയി? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ റിയലി ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇന്ന് പുതുതായി എന്താ ഈ വീട്ടിൽ സംഭവിച്ചേ? കവിതയ്ക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടി ഈ വിശേഷ ദിവസം തന്നെ ഈ വീട്ടിൽ തോരണം കെട്ടുന്നു. ആ തോരണമാണെങ്കിലോ കവിതയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതും. കവിത ആഗ്രഹിച്ചത് ആ പെൺകുട്ടി നിലത്ത് വീണ് അവളുടെ എല്ലാം ഒടിഞ്ഞു പോണോന്നാ. എന്നിട്ട് വീണത് എവിടെയാ? രോഹിത്തിന്റെ കൈകളിൽ. ഓ മൈ ഗോഡ്, ഹൗ ക്യാൻ സംതിങ് ലൈക്ക് ദാറ്റ് ഹാപ്പൻ? അങ്ങനെ എന്താ ഈ വീട്ടിൽ സംഭവിക്കുന്നേ? കവിതയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് വാട്ട് ഈസ് ഇറ്റ്? വെരി സിമ്പിൾ കാര്യാ മാം. മാഡത്തിന് എന്നെ കുറിച്ച് അറിയില്ല. നീ എന്റെ മുറിയിൽ എന്തിനു കയറി വന്നു? ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. സ്റ്റുപ്പിഡ്നെസ് കാണിക്കാതെ. ഷോ മാം, ഞാൻ പോയിക്കോളാം. നീ പോയില്ലേ ഇതുവരെ? എന്റെ പൈസ ഒന്ന് തരാമോ? നിനക്ക് ഏത് പൈസ തരാനുണ്ട്? ഇപ്പോഴല്ലേ മാഡം അവിടെ നിന്നപ്പോ പറഞ്ഞത് എന്റെ ഒരാഴ്ചത്തെ സാലറി ഡബിൾ ആക്കി തരാന്ന്. ഞാൻ നിന്നോട് പറഞ്ഞത് അവളെ തള്ളി താഴെ വീഴ്ത്താനാണ്. അതിന് ഞാനത് ചെയ്തല്ലോ. രോഹിത്തിന്റെ കൈകളിലും. മാം, മാഡത്തിന് ഇത്രയ്ക്കും ബാഡ് ലക്ക് ആയി പോയതിന് ഞാനെന്ത് കഴിച്ചു? തർക്കുത്തരം പറയുന്നോ നീ? കവിതയോട് തർക്കുത്തരം പറയുന്നോ നീ? ഇല്ല മാം, ഞാനത് സത്യം എന്താണെന്നുള്ളത് പറയുവായിരുന്നു. മരം മണ്ടി, നീ എന്താ ചെയ്തെന്ന് നിനക്കറിയാമോ? ഇതിന്റെ ഭവിഷ്യത്ത് എന്താകുമെന്ന്? എന്ത് ഭവിഷ്യത്താ ഉണ്ടാവാൻ പോകുന്നത്? ഒരു പെൺകുട്ടി ഒരു അപരിചിതനായ പയ്യന്റെ കൈകളിൽ വന്ന് വീഴുമ്പോ അവൻ അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി നിൽക്കുമ്പോ, അതും സുന്ദരിയായൊരു പെണ്ണ്. അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ല, പക്ഷെ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നാൽ എന്താവും? എനിക്ക് മനസ്സിലായി എന്തായി തീരുമെന്ന്. നീ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. സ്റ്റുപ്പിഡ് വന്നിരിക്കുന്നു. മാം എന്റെ പൈസ തരുവാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പൊക്കോളാം. ഞാനിപ്പൊ പറഞ്ഞു നീ കേട്ടില്ലെന്നുണ്ടോ? ഞാനത് കേട്ടു മാം, പക്ഷെ മാഡത്തിന് അറിയോ എന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്? നിന്റെ ബുദ്ധിയിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാം? ഞാൻ ചിന്തിക്കുന്നത് ഒന്നെങ്കിൽ മാഡം എന്റെ ഡബിൾ പൈസ തരണം, അതായത് എന്റെ കഷ്ടപ്പാടിന്റെ കൂലി. അല്ലെങ്കിൽ പിന്നെ ഞാൻ രോഹിത്തിനോട്, പിന്നെ ഒരു ആന്റി അവിടെ നിൽപ്പുണ്ടായിരുന്നില്ലേ, രോഹിത്തിന്റെ അമ്മയായിരിക്കും, അവരോട്, അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ആരെയാണോ ഞാൻ ആദ്യം കാണുന്നത് അവരോട് ഞാൻ പോയി പറയും, സുന്ദരിയും സുശീലയുമായ ഒരു പെൺകുട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തോരണം പിടിപ്പിക്കാത്തത് കൊണ്ട് അവളോടുള്ള ദേഷ്യത്തിൽ നിങ്ങൾ എന്നെ അവളെ വീഴ്ത്താൻ പറഞ്ഞെന്ന്. ഓ, അപ്പൊ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങുകയാണോ? ഇത് സത്യമായൊരു കാര്യല്ലേ? ഐ മീൻ, ലൈഫിൽ എപ്പോ സത്യം പറയണോ എപ്പോ സത്യം പറയണ്ടെന്നുള്ളതിന്റെ കോഴ്സ് ഞാൻ ഓൾറെഡി ചെയ്തതാ. അതിൽ ഡിസ്റ്റിങ്ഷനും ഉണ്ടായിരുന്നു, പക്ഷെ ഗാന്ധിജിയുടെ അടുത്തല്ല. ഗാന്ധിജിയുടെ മുഖമുള്ള ഈ നോട്ടുകൾ കാണുമ്പോ ഞാൻ ആ അറിവങ്ങ് മാറ്റി വെക്കും. പിന്നെ പിങ്ക് നോട്ടുകൾ ഉണ്ടല്ലോ, അതിന്റെ ഫേവറേറ്റാ. നിനക്കൊരാഴ്ചത്തെ ഡബിൾ പേയ്മെന്റ് വേണോ? ആ, അപ്പൊ പിന്നെ ആഴ്ച മുഴുവൻ ജോലി ചെയ്യാൻ. ഇന്നിപ്പോ ഒരു ദിവസമല്ലേ ആയുള്ളൂ. പക്ഷെ നിങ്ങള് പേയ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ വായടച്ചു വെച്ച് ഒരാഴ്ച ജോലിയെടുക്ക്. നോട്ടുകളെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. പൈസ നിന്റെ കൈകളിലേക്ക് വന്നോളൂ.
ഔട്ട്. I hate Preeta. I just hate her. മോളെ, ഈ ജുവലറി ബോക്സ് നോക്ക്, എങ്ങനെയുണ്ട്? പിന്നെ ഇത് നോക്കിയേ, നല്ല രസമല്ലേ കാണാൻ? നല്ല രസമുണ്ട് ആന്റി. പിന്നെ ഇത് വളരെ വിലപിടിപ്പുള്ള നെക്ലേസാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഹൗ ഇസ് ഇറ്റ്? ഇതും നല്ല ഭംഗിയുണ്ട്. ഇൻഫാക്ട് ഇത്രയും മനോഹരമായ ആഭരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. നീ ഇരിക്കും മോളെ, ഞാൻ നിന്നെ വേറെ കുറച്ചുകൂടി കാണിച്ചു തരാം. എന്റെ അടുത്ത് ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഒരുപാട് കളക്ഷൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്രയും. പക്ഷേ ഇതൊക്കെ നിനക്ക് ഇഷ്ടപ്പെടണോന്ന് മാത്രമേ ഉള്ളൂ. മോൾ ഇതൊന്ന് നോക്കിയേ, ഇത് റിയൽ പേളാണ്. വെരി പ്രറ്റി. പിന്നെ ഇത് റിയൽ എമറാൾഡ് ആണ്, ജർമ്മനിയിൽ നിന്നും പ്രത്യേക ഓർഡർ ചെയ്ത് വരുത്തിയതാ. നോക്ക് ആന്റി, ഈ ആഭരണങ്ങളെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. പക്ഷെ ഇതെല്ലാം ഫോർ സ്പെഷ്യൽ ഒക്കേഷൻ, ഫോർ സമൺ സ്പെഷ്യൽ. ആർക്ക് വേണ്ടി ഇതൊക്കെ? ഇത് എന്റെ മരുമകൾക്കുള്ളതാ, രോഹിത് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിക്ക് വേണ്ടി. നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയായത്. ആദ്യം നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്ക്. അമ്മയുടെ ആശീർവാദമൊക്കെ പിന്നീട് വാങ്ങിക്കാം. എന്റെ ദൈവമേ, ഈ കാര്യങ്ങളൊക്കെ ആന്റി എന്തിനാ ഇപ്പൊ എന്നോട് പറയുന്നേ? എനിക്ക് ശരിക്കും ഓക്വേർഡ് ആയിട്ടാ ഫീൽ ചെയ്യുന്നേ. ആന്റി എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നേ? എന്ന് വെച്ചാ ഇതൊക്കെ എനിക്ക് കാണിച്ചു തരുന്ന എന്തിനാ? നിനക്കല്ലാതെ പിന്നെ വേറെ ആർക്കാ ഞാനിത് കാണിച്ചു കൊടുക്കുക? എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിന്നോടല്ലേ പറയാൻ പറ്റൂ. ഒരു മിനിറ്റ് ആന്റി, എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആന്റി വ്യക്തമായിട്ട് പറയോ എന്താ എന്നോട് പറയാനുള്ളതെന്ന്? മോളെ, എനിക്ക് തോന്നുന്നത് രോഹിത് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാ. സത്യം പറയണം, നീയും രോഹിതിനെ ഇഷ്ടപ്പെടുന്നില്ലേ? കവിത മേഡം മുകളിലത്തെ സെക്കൻഡ് ബെഡ്റൂം ആണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എല്ലാ പൂക്കളും വെയ്സും അവിടെ വെച്ചിരിക്കുകയാണ്. അതൊന്ന് കൊണ്ടുവന്നോളൂ. ഗിരീഷ്, ഇയാൾക്ക് ഒരു സ്റ്റാഫും കൂടെ കൊടുത്തേ. ഒന്നും നടക്കുന്നില്ല. സതീഷ്, ഇത്രയും സ്പീഡേ ഉള്ളോ? സാമ ഇത്രയെന്ന് കണ്ടോ? അമേസിംഗ്. ഇവിടെ എന്താ ഇങ്ങനെ ഇളകിയിരിക്കുന്നേ? ഒരു കാര്യം ചെയ്, ഇവിടെ ഒരു ലെയർ പെയിന്റും കൊണ്ട് അടിക്ക്. എനിക്ക് മെയിൽ അയക്ക്, എനിക്ക് രോഗിതേട്ടനെ കാണിക്കാനാ. സതീഷ് താൻ എന്തായി കാണിക്കുന്നത്? പെയിന്റ് തല്ലി വീഴ്ത്തിയോ? നോക്ക് സർ, എന്റെ സ്റ്റാഫിന് വേണ്ടി ഞാൻ സോറി ചോദിക്കുന്നു. ഐ എം റിയലി സോറി. നീയോ? അതെ ഞാനാ. നീ ഇവിടെ എങ്ങനെ വന്നു? നോക്ക് സർ, ഞങ്ങളിത് മനഃപൂർവ്വം ചെയ്തതല്ല. അബദ്ധത്തിൽ ആ പെയിന്റ് താഴെ വീണതായിരിക്കും. ഐ എം റിയലി വെരി സോറി സർ. എന്റെ ഡ്രസ് എല്ലാം പെയിന്റ് കൊണ്ട് നനഞ്ഞു കുതിർന്നു. ഓ മൈ ഗോഡ് സർ, എഴുന്നേൽക്ക് സർ. വെള്ളം കൊണ്ട് കഴുകിയതെല്ലാം പൊക്കോളൂ. എന്റെ കണ്ണ് നീർന്നു. പ്ലീസ് എന്നെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോ. വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. പ്ലീസ് വരൂ, പെട്ടെന്ന് വരൂ. ഞാൻ ടാപ്പ് ഓൺ ആക്കാം. വെള്ളം ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ടവൽ. ഐ ഹോപ്പ് നിങ്ങളുടെ കണ്ണിപ്പ് നീറുന്നില്ലെന്ന്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾ നമുക്ക് വേണ്ട മോഡലിന്റെ ഹൈറ്റും വെയിറ്റും 5'5" to 5'8". പക്ഷെ നിന്റെ ഹൈറ്റ് കുറച്ച് കൂടുതലാ. നോക്ക്, കണ്ടല്ലോ, എനിക്ക് നിങ്ങളെക്കാൾ ഹൈറ്റ് ഉണ്ട്. ഓ ഹലോ, ഇപ്പൊ തനിക്ക് മനസ്സിലായല്ലോ നിങ്ങൾ നോണയനും ഷോർട്ടും ആണെന്ന്. താൻ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ ഇവിടെയാ താമസിക്കുന്നത്. ദിസ് ഈസ് മൈ ഹൗസ്. യു നോ വാട്ട്, തനിക്കുണ്ടല്ലോ ഇതിനേക്കാളും വലിയ ശിക്ഷ ഡിസേർവ് ചെയ്യുന്നത്. ഓ ഗോഡ്, വാട്ട് യു മീൻ? ഞാൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കുന്നു. ഈ കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അന്ന് നീ നിന്റെ എല്ലാ ലിമിറ്റ്സും ക്രോസ് ചെയ്തിരുന്നു. യു ഡിസർവ് ടു ബി ഷട്ട്. ഹലോ, താൻ എന്തൊരു ട്യൂബ്ലൈറ്റ് ആടോ? ഞാൻ തന്നോട് പറഞ്ഞത്, ഞാൻ ക്ഷമ ചോദിച്ചതും സോറി പറഞ്ഞതും ഒക്കെ തിരിച്ചെടുത്തു എന്നാ കേട്ടോ? ആൻഡ് യു നോ വാട്ട്, നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ? അത് വളരെ നന്നായി. മുകളിലിരുന്ന് ഭഗവാൻ എന്നോട് നീതി കാണിച്ചതാ. നീതിയോ? വാട്ട് നീതി? അതിന് ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഓഡിഷന്റെ ദിവസം തനിക്ക് ഓർമ്മയില്ലേ? താൻ എന്റെ ഹൈറ്റ് കാരണം റിജക്ട് ചെയ്തു. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് മോഡൽ ആയിരുന്നു ഞാൻ. നിനക്ക് സെലക്ട് ചെയ്യാനുള്ള സെൻസ് ഇല്ലായിരുന്നു. നീ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാ എനിക്കിപ്പോ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. എന്നോട് തന്നെ എനിക്കിപ്പോ ദേഷ്യം വരിക. ഞാൻ നിന്നെ ഇവിടെ വരെ എത്തിക്കാൻ സഹായിച്ചല്ലോ. സഹായിച്ചെന്നോ? എന്റെ ഫോൺ, എന്റെ ഡ്രസ്, എന്റെ ഷൂസ്, എന്റെ മുഖം, ഇതെല്ലാം നശിപ്പിച്ചെന്നതിന് നീയാണ് 100% ഉത്തരവാദി. റിയലി? ഒരു ഫേവർ കൂടെ ഞാൻ തനിക്ക് ചെയ്യട്ടെ? ഇത്തവണ നോവൽറ്റിയും കിട്ടും. പെയിന്റിനൊപ്പം ബക്കറ്റും കൂടെ തന്റെ തലയിലെടുത്ത് വെക്കും. ഞാൻ ഒരു ഹാറ്റ് ആയിട്ട് വെച്ച് നടക്കാം. ഓക്കെ? നിന്റെ സംസാരം കേട്ട എനിക്ക് തലവേദന എടുക്കും. ആൻഡ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഐ ഡോണ്ട് ലൈക്ക് യു. ഐ ഡോണ്ട് ലൈക്ക് യു ടു. മൂവ്. ഹി ഡസന്റ് ലൈക്ക് മീ. കേട്ടാ തോന്നി ഇവനെ മാത്രം എനിക്ക് കിട്ടത്തുള്ളൂ. ലൂസർ. വാട്ട്? ഷീ ഡസന്റ് ലൈക്ക് മീ? ഇവിടെ മാത്രമേ ഉള്ളൂ ലോകത്ത് പെണ്ണായിട്ട് എനിക്ക്. അയ്യോ ഇല്ല ആന്റി, ആന്റിക്ക് വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുക. അങ്ങനെ ഒന്നുമില്ല. ഇല്ലില്ല, ഞാൻ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല.
രണ്ടുപേരെ ഒരേ സമയത്ത് ഒരേപോലെ ചിന്തിച്ചാല് അത് 100% സക്സസ് ആയിരിക്കും. ഇല്ല ആന്റി, ഞാനിവിടെ മുത്തശ്ശിയെ ചികിത്സിക്കാൻ വേണ്ടി മാത്രം വന്നത്. അതല്ലാതെ എനിക്ക് മറ്റൊരു കാര്യത്തിലും യാതൊരു താല്പര്യമില്ല. മോളെ, അതിന് ഒരു തവണ ഒന്ന് സമ്മതം മൂളാൻ എത്ര സമയം എടുക്കും? നീ ഇങ്ങനെ ഒരു അവസരത്തിൽ എന്റെ കൂടെ നിന്നില്ലെങ്കിൽ എന്റെ രോഹിതിന്റെ കാര്യം എന്താവും? എന്താ? ആന്റിയുടെ കൂടെ നിൽക്കാനോ? ഞാൻ നിനക്ക് മാത്രമേ എന്റെ കൂടെ നിൽക്കാൻ പറ്റൂ. രോഹിതിന് നിന്നെ നല്ല വിശ്വാസമാണ്, നല്ല ഇഷ്ടവുമാണ് നിന്നെ. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നതെല്ലാം രോഹിത് എന്നോട് വന്ന് വിശദമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. അവൻ നിന്റെ സത്യസന്ധതയെക്കുറിച്ചും ധൈര്യത്തെക്കുറിച്ചും ഒരുപാട് പുകഴ്ത്തി. ഞാൻ നിന്നോട് രോഹിതിന് വേണ്ടി ചെറിയൊരു ഫേവർ അല്ലേ ചോദിക്കുന്നത്? അവന്റെ ജീവിതം സേഫ് ആകാനും നല്ലതാകാനും വേണ്ടിട്ട് ഹി ഓൾസോ ഡിസേർവ് ടു ബി ഹാപ്പി അല്ലേ? മോൾക്ക് മാത്രമേ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റൂ. നീ പറഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ വിവാഹത്തിന് വേണ്ടി സമ്മതിക്കും. അവനെ കൺവിൻസ് ചെയ്യേ. വിവാഹം ജീവിതത്തിലെ എത്ര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന്. ഏത് നേരവും ജോലിയെക്കുറിച്ച് മാത്രമാണ് അവന്റെ ചിന്ത. അതൊരു ലൈഫാണോ? ഞാൻ രോഹിതിന് എത്ര പെൺകുട്ടികളുടെ ഫോട്ടോയാണെന്നോ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അവൻ അതിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പോലും ഇതുവരെ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വിവാഹം കഴിക്കാൻ അവൻ ഒരു തവണയെങ്കിലും ഒന്ന് സമ്മതം തന്നിരുന്നെങ്കിൽ എനിക്ക് ഈ ലോകത്ത് വേറെ ഒന്നും അതിലധികമായിട്ട് കിട്ടാനില്ല. ഓക്കേ, ആന്റി ആഗ്രഹിക്കുന്നത് ഞാൻ രോഹിത് സാറിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നല്ലേ? വിവാഹം കഴിക്കാൻ അദ്ദേഹത്തെ സമ്മതിപ്പിക്കണം. അത് കഴിഞ്ഞ് ആന്റിക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് അദ്ദേഹത്തെ വിവാഹം കഴിപ്പിക്കും. വളരെ ശരിയാ മോളെ, അത് തന്നെ ചെയ്യേണ്ടത്. ഒരു സുഹൃത്തെന്ന നിലയിൽ മോൾ അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും ഇത്. അവനെ വിവാഹം കഴിക്കാൻ വേണ്ടി കൺവിൻസ് ചെയ്യിക്കുന്നത് അല്ലേ? ഒരു മിനിറ്റ്. ഞാൻ പറയാൻ ശ്രമിച്ചതും നീ മനസ്സിലാക്കിയിരിക്കുന്നതും ഇനി ഒരു കാര്യം ഇല്ല, ആന്റി പറയാൻ വന്ന കാര്യം തന്നെയാണ് ഞാനും മനസ്സിലാക്കിയത്. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, അതും ആന്റി ക്ലിയർ ചെയ്ത് തന്നു. ശരി ആന്റി, രോഹിത് സാറിനോട് എനിക്കും എന്റെ അനിയത്തിക്കും ഒരുപാട് കടപ്പാടുണ്ട്. വിവാഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവരികയാണെങ്കിൽ ആസ് എ വെൽവിഷർ ഞാൻ ഉറപ്പായിട്ടും അദ്ദേഹത്തോട് സംസാരിക്കും. സംസാരിച്ച മാത്രം പോരാ, വിവാഹത്തിന് അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അവനെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിക്കണം. നീ അത്രയെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യില്ലേ? ആന്റി പറഞ്ഞതുകൊണ്ട് രോഹിത് സാറിനോട് ഞാൻ ഇത് ഉറപ്പായിട്ട് സംസാരിക്കാം. താങ്ക് യു സോ മച്ച് പ്രീത. ഗോഡ് ബ്ലെസ് യു. പ്രീത, ഞാൻ ആലോചിക്കായിരുന്നു, നാളെ കാർത്തികയുടെ വിവാഹമല്ലേ? പെൺവീട്ടുകാരെ നാളെ തന്നെ വിളിപ്പിച്ചാലോ? ഒരു വിവാഹത്തിന്റെ ചടങ്ങ് ഇവിടെ നടക്കുകയല്ലേ? അപ്പോ പരസ്പരം അവര് കണ്ടുമുട്ടുകയാണെങ്കിൽ. ആന്റി, പക്ഷേ നാളത്തേക്ക് എങ്ങനെ സാധിക്കാനാ? നീ ഇപ്പോഴല്ലേ എന്നോട് പ്രോമിസ് ചെയ്തത്? നല്ല കാര്യമൊക്കെ താമസിപ്പിക്കുന്ന എന്തിനാ? ആന്റി, ഞാൻ ഈ കാര്യം ഉറപ്പായിട്ട് സംസാരിക്കും. താങ്ക് യു മോളെ, താങ്ക് യു. ഗിരീഷ്, ആ ടേബിൾ ശരിയാക്കിയിടൂ പെട്ടെന്നാട്ടെ. ഒരു നിമിഷം ഇവിടെ വരൂ. എന്താ? കാണാൻ സുന്ദരിയ, പഠിത്തവും ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ കുടുംബക്കാർക്കുള്ള ഒരു കാര്യം നിനക്കില്ല. അതൊട്ട് കിട്ടാനും പോകുന്നില്ല. സ്റ്റേറ്റസ്. വലിയ പേര്, വലിയ നില. ഐ എം സോറി, എനിക്ക് മനസ്സിലായില്ല. നിന്നെപ്പോലെ ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചു നടക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. നിന്റെ മുഖത്തുള്ള ഈ അയാം ഇന്നസെന്റ് ഭാവം കാണിച്ച് രോഹിത്തിന്റെ ചുറ്റും കറങ്ങി നടക്കുന്നത് അവനെ വശത്താക്കാൻ വേണ്ടിയല്ലേ? മാം തെറ്റിദ്ധരിച്ച്. അത് നിന്റെ തെറ്റല്ല. യു ലുക്ക് അറ്റ് ദിസ് ഹൗസ്, സോ ബ്യൂട്ടിഫുൾ. ആരുടെയും മനസ്സ് മോഹിച്ചു പോകും. ആൻഡ് ടോപ്പ് ഇറ്റ് ഓൺ ബൈ ടു ഗുഡ് ലുക്കിംഗ് ബോയ്സ്. ഏതൊരു പെൺകുട്ടിയും വിവാഹ സ്വപ്നം കണ്ടു തുടങ്ങും, സംശയമില്ല. റൈറ്റ് മാം? അത് ഐ എം വാർണിംഗ് യു. ശ്രമിക്കുക പോലും ചെയ്യരുത് അങ്ങനെ ഒരു വഴിയിലൂടെ പോകാൻ. ആരും നിന്നെ സ്വാഗതവും ചെയ്യില്ല, അംഗീകരിക്കുകയില്ല. പിന്നെ ഇവർ രണ്ടുപേരോട് നീ സംസാരിക്കേണ്ട ഒരു കാര്യവുമില്ല. ജോലിക്കല്ലേ വരുന്നത്, ജോലി ചെയ്തിട്ട് വീട്ടിൽ പോയിക്കോണം. ശരി, ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. യശ്വ, രോഹിത് സാർ വളരെ നല്ലൊരു മനുഷ്യനാ. എനിക്ക് അദ്ദേഹത്തോട് നല്ല ബഹുമാനമുണ്ട്. അതല്ലാതെ മറ്റൊന്നും എന്റെ മനസ്സിലില്ല. ഞാൻ രോഹിത് സാറിന് ചുറ്റും ആവശ്യമില്ലാതെ കറങ്ങി നടക്കുകയാണെന്നും സംസാരിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ തോന്നുന്നത് മാഡത്തിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ ജോലി ചെയ്തിട്ട് പോവാറാ പതിവ്. ചിലപ്പോഴൊക്കെ അറിയാതെ രോഹിത് സാറിനെ കാണാനിടയാവും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് എന്നോട് സംസാരിക്കും, അത്രേ ഉള്ളൂ. മാഡം ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതും അവോയ്ഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, 1-2 ദിവസത്തേക്ക് എനിക്ക് അദ്ദേഹത്തോട് സംസാരിച്ചേ പറ്റൂ. കാരണം അദ്ദേഹത്തിന്റെ അമ്മേനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിക്കണമെന്നാ. ഈടത്തിയുടെ ഒരു കാര്യം, രോഹിത്തിന്റെ വിവാഹത്തെക്കുറിച്ച് ഓർത്ത് വെളിവിലാ നടക്ക്. ഈടായിട്ടത് കുറച്ച് കൂടുതലോ. കുടുംബത്തിലെ എല്ലാരും ഇത് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതൊന്നും നീ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. നീ നിന്റെ ജോലി മാത്രം നോക്കിയാൽ മതി. എന്റെ അമ്മയുടെ ട്രീറ്റ്മെന്റിനല്ലേ വന്നത്, അത് ചെയ്യും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും. വേറെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യം നിനക്കില്ല. ഡു യു ഗെറ്റ് ദാറ്റ്? ഞാൻ ആന്റിയോട് പ്രോമിസ് ചെയ്തു. സോ
ഒരു തവണയെങ്കിലും ശ്രമിച്ചേ പറ്റും. ഒരു മിനിറ്റ്, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ധനികരുടെ സമ്പത്ത് അവരുടെ അഭിമാനമാണ്. എന്നാൽ പാവപ്പെട്ടവരുടെ സമ്പത്ത് അവരുടെ ആത്മാഭിമാനമാണ്. മാഡം പറഞ്ഞതുപോലെ ഞാനൊരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വരുന്നതാ. എൻ്റെ പപ്പയുടെ കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല. പപ്പ ഞങ്ങൾക്ക് വേണ്ടി ബാങ്ക് ബാലൻസും ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ജീവിതത്തിൽ അദ്ദേഹം നൽകിയ അറിവും സംസ്കാരവും ലോകത്തിലെ മറ്റേത് സമ്പത്തിനേക്കാളും വലുതാ. അദ്ദേഹം എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ അത് ആത്മാഭിമാനമാണെന്ന്. എന്നും ആ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലുടനീളം പാലിച്ചിട്ടുണ്ട്. ഇത് കേട്ടിട്ട് മാഡത്തിന് തോന്നുന്നുണ്ടോ എനിക്ക് ഈ സമ്പത്ത് കണ്ടിട്ട് ഇതിനോട് അത്യാഗ്രഹം തോന്നുമെന്ന്? എൻ്റെ പപ്പ എനിക്ക് തന്ന അറിവിൽ ഒരിക്കലും ഞാൻ ചെളിവാരി എറിയില്ല. മിസ്റ്റർ സഹദേവൻ, ഹാളിന്റെ ബുക്കിംഗ് ഇതുവരെ ആയിട്ടും ചെയ്തില്ലേ നിങ്ങൾ? പിന്നെ എന്തെടുക്കായിരുന്നു? സർ, അറിയില്ല. നഗരത്തിലെ എല്ലാ ഹാളുകളും ബുക്ക്ഡ് ആണ്. ഡോ നോട്ട് ഗിവ് മീ ആൻ എക്സ്ക്യൂസ്. കോൺഫറൻസിനെ കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നല്ലേ? പിന്നെ എന്തുകൊണ്ട് ബുക്ക് ചെയ്തില്ല? എനിക്ക് വീടിന്റെ ഉള്ളിൽ കോൺഫറൻസ് വയ്ക്കാൻ പറ്റുമോ? വീട് മുഴുവൻ ഡെക്കറേഷന്റെ ജോലി നടക്കുമല്ലേ? ഒരു ചെറിയ ഹാള് കിട്ടിയേ പറ്റൂ. വീട്ടിനുള്ളിലേക്ക് കയറുമ്പോ ശ്രദ്ധിച്ചു കാണും, സൈഡിൽ സിന്ദൂര ഭാഗ്യ കല്യാണ മണ്ഡപ. അവിടെ വിവാഹം, ഫംഗ്ഷൻ, റിസപ്ഷൻ എല്ലാം നടക്കാറുണ്ട്. ആ ഹാള് ഞങ്ങളുടെയാ. വാവ് ആന്റി, ഐ മീൻ മുംബൈ പോലുള്ള ഒരു നഗരത്തില് നിങ്ങൾക്ക് കല്യാണ മണ്ഡപം ഉണ്ടോ? ചെറുതാ മോളെ, അത്രയ്ക്ക് വലുതൊന്നല്ല. ഞങ്ങളുടെ ചെലവിനുള്ള കാശ് അവിടുന്ന് കിട്ടും. ഞങ്ങളുടെ ലോകത്ത് ഏറ്റവും വലുതും പ്രിയപ്പെട്ടതും അത് തന്നെയാ. വിവാഹത്തിന് മുമ്പ് പ്രിയ സഹായിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ മഴക്കാലല്ലേ, വിവാഹത്തിന്റെ ഓർഡർ കിട്ടുന്നത് തന്നെ വളരെ കുറവാ. പക്ഷെ ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്ന സമയത്ത് മുഹൂർത്തമുള്ളപ്പോ ഒരുപാട് ബുക്കിങ്ങും കിട്ടും. അതുകൊണ്ട് മണ്ഡപം വെറുതെ കിടക്കാറുമില്ല. ദാ, ഇത് ഹാളിന്റെ കാർഡാണ്. നിങ്ങൾ പുതിയ ആൾക്കാരല്ലേ, ആർക്കെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഈ കാർഡ് കൊടുത്താൽ മതി. ചിലപ്പോ. ഉറപ്പായിട്ടും ആന്റി, ഞാനിത് എന്തായാലും ഓർത്തു വെച്ചോളാം. താങ്ക് യു മോളെ. ശരി, നിങ്ങൾ വിശ്രമിക്കുക, നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഇങ്ങതാ സിന്ദൂര ഭാഗ്യ കല്യാണ മണ്ഡപം. ഇങ്ങിതാ, സൂക്ഷിച്ചു വെക്കട്ടെ. ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ആന്റി ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലോ? ഒരു മിനിറ്റ് രോഹിത് സർ, എനിക്ക് ചെറിയൊരു ഹാളിനെ കുറിച്ച് അറിയാം. ചിലപ്പോ അത് ഉപകരിച്ചാലോ? സിന്ദൂര ഭാഗ്യം വെഡിങ് ഹാൾ. ഇപ്പൊ അത് വെറുതെ കിടക്കുക. മൺസൂൺ ആയതുകൊണ്ട് ഇപ്പൊ വേറെ ബുക്കിംഗ് ഒന്നുമില്ല. അത് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ. ഐ ഡു നോട്ട് വാണ്ട് എനി ഡിലേ. ഒരു മിനിറ്റ്, നമ്പർ നോട്ട് ചെയ്തോളൂ. എനിക്കറിയാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, എന്റെ പേര് പറയരുത്. എന്റെ റെഫറൻസും കൊടുക്കണ്ട. അയാൾ എന്ത് പറയുന്നു അതുപോലെ ചെയ്തോ. ഷുവർ സർ. പ്രീത, എന്താ? എനിക്കറിയാം താൻ സഹായം ചെയ്ത് എന്റെ ക്രെഡിറ്റ് ഒന്നും വാങ്ങാറില്ലെന്ന്. താങ്ക് യു സോ മച്ച്. ഇദ്ദേഹത്തോടെ എങ്ങനെയാ പറയുന്നത് ആ ഹാൾ എന്റെ അമ്മയുടേതാണെന്ന്? അതുകൊണ്ടാണ് എന്റെ പേര് പറയണ്ടെന്ന് വിലക്കിയത്. ഞാൻ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയിക്കോട്ടെ. മുത്തശ്ശി എന്നെ വെയിറ്റ് ചെയ്യാം. ഷുവർ. ഞാൻ ഈ ചെയിനങ്ങ് ഊരി മാറ്റിയേക്കാം. അല്ലെങ്കിൽ വീണ്ടും ആ പെണ്ണിന്റെ ഷോൾ ഇതിൽ വന്ന് കുടുങ്ങി ആകെ പ്രശ്നമാവും. ഭയങ്കര സ്മാർട്ടാ അവള്. അവളുടെ ഷോൾ പോലും എന്നെ വെറുതെ വിടുന്നേയില്ല. എന്തൊരു കഷ്ടമായത്. എവിടെ ചെന്നാലും കൂടെ ഉണ്ടാവും അവള്. ഇതുപോലൊരു ഇറിറ്റേറ്റിംഗ് പെൺകുട്ടി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞതല്ലേ മാഡം, ലാഡർ നീക്കി വെക്കാന്ന്. കണ്ടില്ലേ ഇപ്പൊ അത് വീണത്? ഓഹോ സതീഷ്, താൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ബാൻഡിയോട് പറഞ്ഞ് തനിക്ക് ഞാൻ എക്സ്ട്രാ ബോണസ് വാങ്ങിത്തരാം. ഓക്കെ മാഡം, പെയിന്റ് വീണതല്ലേ? എന്തൊക്കെയായാലും നല്ല കാര്യമല്ലേ സംഭവിച്ചത് സതീഷ്. ശരിയായിട്ടുള്ള സ്ഥലത്ത് കൃത്യമായിട്ട് ഇത് വീണു. പെർഫെക്റ്റ് ടൈമിംഗ്, ഗുഡ് ജോബ്. പോയിക്കോ. ഈ സമീർ നമ്പ്യാറിനെ കണ്ടതിന് ശേഷം ഓഡിഷൻ സമയത്തുള്ള ദേഷ്യം വീണ്ടും ഓർമ്മ വന്നു. എന്ത് ചെയ്യാനാ, അയാൾ ഇവിടെ തന്നെ താമസിക്കുന്നത്. വീണ്ടും പവർ കാണിക്കാൻ വന്നാലോ? ആ സാധ്യതയുണ്ട്. ഞാനിവിടുത്തെ ജോലിക്കാരിയല്ലേ, അയാളുടെ മുതലാളി. എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. അയാളെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. എക്സ്ക്യൂസ് മീ, ഒന്നിങ്ങോട്ട് വന്നേ. താങ്ക് യു. ഇനിയാണ് രസം.
പെയിന്റ് അല്ലേ വീണത്. ഇനി നീ വീഴാൻ പോകുന്നത്. കാലൊടിഞ്ഞു കിടക്കുമ്പോ എന്റെ ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞോണ്ട് അവിടെ ഇരുന്നോ. എന്തായാലും സൃഷ്ടി നിന്നോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. ഇതിലൂടെ ആയിരിക്കും വരുന്നത്. വാ വാ, നിനക്ക് കാണിച്ചു തരാം ഞാൻ. എന്റെ കഷ്ടകാലം തുടങ്ങാൻ പോവാ മോനെ. എന്റെ മുമ്പിൽ തന്നെ വീഴുമ്പോ എന്ത് രസമായിരിക്കും. What fun. വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് കിരൺ നമ്പീറല്ലേ? Oh God. Oh my God. Oh my God. Are you okay, sir? Please. വരൂ വരൂ, ആ പില്ലോ നിർത്തിക്കോ. Oh my God. ഏത് ഇടിയറ്റ് ഇവിടെ എണ്ണ കൊണ്ട് ഒഴിച്ചതാ? ഒരു മിനിറ്റ് സർ. ഓ ഓ ഓ സോറി. സാറിന്റെ ബാഗ്, സാറിന്റെ ഫോൺ. താങ്ക്സ്. അല്ല നീ ആരാ? സാറിന്റെ ഏറ്റവും വലിയ ഫാനാ. ദിസ് ബിഗ് ബിഗർ ബിഗസ്റ്റ്. ഞാൻ സാറിന്റെ എത്ര മാച്ചസ് കണ്ടിട്ടുണ്ടെന്ന് അറിയോ? ആക്ച്വലി ഞാൻ ബിപിയിൽ കാണുന്നതേ സാറിനെ കാണാൻ വേണ്ടിയാ. സാർ കളിക്കാൻ ഇറങ്ങുമ്പോഴുണ്ടല്ലോ ഞാൻ എന്റെ സീറ്റിൽ നിന്ന് അനങ്ങത്ത് പോലുമില്ല. ഞാൻ അത്രയ്ക്ക് ക്രേസിയാ. നീ എന്റെ ബിഗ്ഗസ്റ്റ് ഫാനാണോന്ന് അറിയില്ല, പക്ഷെ നീ ശരിക്കും ടോളസ്റ്റ് ആണ്. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ സർ. ഇതിലാ ഞാൻ വീണ് പോകുന്നത്. സാറിന് അറിയില്ല ഞാൻ സാറിനെ എത്ര വലിയ സൂപ്പർ ഹീറോ ആയിട്ടാ കാണുന്നതെന്ന്. ഞാൻ സാറിന്റെ എല്ലാ മാച്ചസും കാണാറുണ്ട്. സ്പെഷ്യലി ബിപിഎൽ മാച്ച് ആ ഫൈനൽ ഷോട്ട് സാർ അടിച്ചത്. ഓ, എന്ത് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എന്ത് പറയാനാ സർ, അമേസിംഗ്. പിന്നെ സാറിന്റെ ദുരന്ത എക്സ്പ്രസ് ഷോട്ട്, അത് ശരിക്കും പറയാതിരിക്കാൻ വയ്യ. സാറിന് എത്രമാത്രം ഫാൻസ് ഉണ്ടാവല്ലേ, ഗേൾസ് ഉണ്ടാവല്ലേ. എനിക്ക് ഒരുപാട് ഫീമെയിൽ ഫാൻസ് ഉണ്ട്. ആൻഡ് യു നോ, എല്ലാവരും എന്റെ ആരാധികമാരാ. I love them all. ഒരാളെ ഒഴിച്ച്. ഒരാളെ ഒഴിച്ചോ? അതാരാ സർ? That one. ഓ, ചേച്ചി. What? I mean, ഈ ചേച്ചിയോ? ചേച്ചിയോ? വെറും ചേച്ചിയല്ല, ഇവള് സൈക്കോ ചേച്ചിയാണ്. യു നോ, എനിക്ക് മാത്രമല്ല നിനക്കും ഈ പെണ്ണിനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുക. എനിക്ക് ആദ്യമേ പിടികിട്ടിയായിരുന്നു സർ. ആദ്യം എന്റെ കാറിൽ കയറി പറ്റി, അതും പെർമിഷൻ ചോദിക്കാതെ. ഞാൻ ഇപ്പോഴോ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സംസ്കാരമില്ലാത്ത ഒരുത്തനെ കണ്ടുമുട്ടിയത്. ആ കിരണില്ലേ, അയാളുടെ മുത്തശ്ശിയുടെ ഫിസിയോ ആയിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് സാറിന്റെ വീട്ടിൽ കയറി പറ്റിയല്ലേ? എക്സാക്ട്ലി. എന്റെ അച്ഛമ്മയുടെ ഫിസിയോ ചമഞ്ഞ് വീട്ടിൽ കയറി പറ്റിയിരിക്കുക. അത് കഴിഞ്ഞ് സ്ട്രേറ്റ് ടു മൈ ബെഡ്റൂം, അതും 2 പ്രാവശ്യം. Can you believe this? How romantic. കഥയുടെ ഈ ഭാഗം എനിക്ക് അറിയില്ലായിരുന്നല്ലോ. What do you mean? ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ചേച്ചി കണ്ടിട്ട് എനിക്ക് തോന്നിയത് നാണുകുണുങ്ങി പോലുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇത്ര ഗട്സ് ഒക്കെ ഉണ്ടെന്ന്. ഗട്സ് മൈ ഫുഡ്. ഇവളെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്, അത് ഒരിക്കലും അവളെ മറന്നു പോയില്ല. സർ, സാറിന് ഉറപ്പായിട്ട് ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റും. ഞാനില്ല ഇവിടെ ടിപ്സ് നൽകാൻ. എന്നുവെച്ചാ? എന്ന് വെച്ചാ അവർക്ക് ഇഷ്ടമല്ലാത്തതൊക്കെ സാറ് ചെയ്യണം. അവൾക്ക് എന്തൊക്കെ ഇഷ്ടമല്ലാത്ത? ലൗഡ് മ്യൂസിക് സർ. ലൗഡ് മ്യൂസിക് കേട്ടാ ഉടനെ ഇവർക്ക് വട്ടാവുന്നേ. പിന്നെ ഡാൻസിങ് എന്ന് വെച്ചാൽ ഇവർക്ക് വെറുപ്പാണ്. സാറിന്റെ സഹോദരിയുടെ എൻഗേജ്മെന്റിന് ഇവരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കണം. കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു പയ്യൻ ഇവരോട് ഓപ്പൺലി ഫ്ലേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവര് ദേഷ്യം കൊണ്ട് ചുമന്ന് തിളക്കും. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാ, ഇവരെ ആരെങ്കിലും കോംപ്ലിമെന്റ് ചെയ്താ ഇവർക്ക് എത്ര ദേഷ്യം വരാന്ന് ആർക്കും പറയാൻ പറ്റില്ല. സൂപ്പർ. പക്ഷേ നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? സർ, അവര് ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിലേ ഞാൻ സൈക്കോ അനലിസ്റ്റ് ആണ് സർ. മുഖം നോക്കി അവരുടെ മൈൻഡ് സെറ്റ് ഞാൻ പറയും. അതിന് ആരാ നീ? സിസ്റ്റർ. വാട്ട്? സാറിന്റെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റിന് വെഡിങ് പ്ലാനറിന്റെ കൂടെ വന്നതാ ഞാൻ. ബാൻഡിയുടെ അസിസ്റ്റന്റാ ഞാൻ. ഓ, താങ്ക്സ്. ആൻഡ് താങ്ക്സ് ഫോർ ദി ടിപ്സ്. ഇവളെ എൻഗേജ്മെന്റ് ദിവസം ഉറപ്പായും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. See you. സർ, ജസ്റ്റ് എ സെക്കൻഡ്. സർ, സാറിന്റെ ബാഗ്. താങ്ക്സ് ഗേൾ. പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്തു, പക്ഷെ ഞാൻ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞത് നോട്ട് ചെയ്തില്ല. ചേച്ചിക്ക് ഇതൊന്നും ഇഷ്ടമല്ല.
പക്ഷെ കിരണിനെ പോലെ ഹാൻസം ഹോട്ട് പയ്യൻ ചേച്ചിനെ കൂടെ ഡാൻസ് കളിക്കുകയാണെങ്കിൽ കോംപ്ലിമെന്റ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോ പ്രണയത്തിന്റെ മുട്ടി വിരിഞ്ഞാലോ. എനിക്കിവിടെ എല്ലാം ഇഷ്ടപ്പെടുവാ. ഇയാളെ ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്ന് ഇയാൾ എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു. ശരിക്കും കൊള്ളായിരുന്നു. പക്ഷെ ഞാൻ കിരൺ നമ്പ്യാറിന്റെ അവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ചേച്ചി അറിഞ്ഞ ചേച്ചിയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്തോ. ചേച്ചി വിശ്വസിക്കുകയില്ല. നല്ല രസമായിരിക്കും. സൃഷ്ടി, എന്തു പറ്റി? നിന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി കാണുന്നുണ്ടല്ലോ. ഇന്നെന്തെങ്കിലും സ്പെഷ്യലായിട്ട് സംഭവിച്ചോ? ഇല്ല ചേച്ചി, അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. രാവിലെ തന്നെ നിന്നെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഈ ലോകത്ത് മുഴുവൻ ഭാരവും നിന്റെ തോളിലാണെന്ന്. ഇല്ല ചേച്ചി, ടെൻഷനൊന്നും ഇനി വകവെക്കണ്ടെന്ന് വിചാരിച്ചു. എവിടെങ്കിലും പോയി തൊലട്ടെ. എല്ലാ ഭാരവും എടുത്ത് ദൂരേക്ക് കളഞ്ഞു. ഞാൻ ഇന്ന് മുതൽ ഡിസൈഡ് ചെയ്തു എപ്പോഴും ഹാപ്പി ആയിരിക്കും. അത്ര എളുപ്പത്തിലൊന്നും ഞാൻ പറയില്ല ചേച്ചി. ജോലി കിട്ടിയ കാര്യം നാളെ ജോലിക്ക് പോകുമ്പോ ഞാൻ തരും ഒരു നല്ല കിടിലൻ സർപ്രൈസ്. വളരെ നല്ല കാര്യം. എന്റെ കാര്യമാണെങ്കിൽ പറയണ്ട. ഇന്ന് വളരെ മോശമായിരുന്നു. രാവിലെ മുതലേ ഓരോ പ്രശ്നങ്ങളാ. എന്നുവെച്ചാ വല്ലാത്ത കാര്യങ്ങൾ അവിടെ സംഭവിച്ചത്. ആദ്യത്തേത് ആ കരീന മാഡം. ഒരിക്കലും ആ വഴിയിലൂടെ പോകാൻ ശ്രമിക്കുക പോലും ചെയ്യരുത്. നിന്നെ അക്സെപ്റ്റ് ചെയ്യാത്തതും നിന്നെ സ്വാഗതം ചെയ്യാത്തതും. അത് കഴിഞ്ഞ് രോഹിത് സാറിന്റെ അമ്മ. നിന്നെ കൊണ്ട് മാത്രമേ അവനെ ഒരു വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അവനെ കൺവിൻസ് ചെയ്യിക്കേ. അതിലും വലിയ കാര്യം എനിക്ക് സംഭവിച്ചത്. എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെയാ ലാഡറിന് താഴെ വീണേന്ന്. പക്ഷെ രോഹിത് രക്ഷിച്ചല്ലോ. ശരിയാ, പക്ഷെ നീ എങ്ങനെ അറിഞ്ഞു രോഹിത് സാർ എന്നെ രക്ഷിച്ചെന്ന്? നീ എന്തോ എന്നെ ഒളിപ്പിക്കുന്നുണ്ട്. നീ ആ വീട്ടിലുണ്ടായിരുന്നോ? സൃഷ്ടി, എന്നോട് സത്യം കള്ളം പറയണം. വർത്തമാനം മതിയാക്കി രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വരും. I love you, മുത്തശ്ശി. I love you. ഇത്ര ഷോക്കിംഗ് എക്സ്പ്രഷൻ തരുന്നത് എന്തിനാ? നമ്മുടെ അച്ഛമ്മയല്ലേ ഇത്. എന്തായാലും നന്നായി. വൈകിയാണെങ്കിലും നിങ്ങൾ എന്നെ നിങ്ങളുടെ അച്ഛമ്മയായിട്ട് അംഗീകരിച്ചല്ലോ. അച്ഛമ്മ പറയുന്നതോ അനുസരിക്കേണ്ടി വരും. ശരിയല്ലേ? ശരി. അപ്പൊ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ കളഞ്ഞിട്ട് രണ്ടുപേരും എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വാ. മനസ്സിലായോ? വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. അച്ഛമ്മേ, നീ ഇവിടേക്ക് പോന്നെ. ആദ്യം ഇത് പറ. രോഹിത് എന്നെ രക്ഷിച്ച കാര്യം നീ എങ്ങനെ അറിഞ്ഞത്? ഞാൻ എന്താ അച്ഛൻ ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് വാ, ഭക്ഷണം തണുക്കുന്നു. ഞങ്ങളുടെ വീട്ടിലെ രീതിയാണ്. രാത്രി ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്നാ ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇരിക്കെ, കഴിക്കാം. അച്ഛമ്മയാ ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചത്. അച്ഛമ്മയുടെ വാക്കിന് വില കൊടുക്കുന്നോണ്ടാ ഞങ്ങൾ ഇവിടെ വരെ വന്നത്. പക്ഷെ ഒരു കാര്യം തീരുമാനിച്ചതാ. നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾ തൊടുക പോലുമില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി ഇത് പറയണമെന്നുണ്ടായിരുന്നു. ചേച്ചി, ഇത് നമ്മുടെ അമ്മയുടെ വീടൊന്നും അല്ല. ഇവിടുത്തെ ഭക്ഷണം നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണമെന്ന് പറയാൻ ആർക്കറിയാം ഇതിനകത്ത് വല്ല അപകടം ഉണ്ടോന്ന്. ഇവരുടെ വാക്കുകളിലുള്ള ആ വിഷം ഇവരുടെ കൈകളിൽ ഉണ്ടാകുമെങ്കിലോ? ആൻഡ് ബൈ ദ വേ, യു നോ വാട്ട്, എനിക്ക് തോന്നുന്നത് ഈ മുറിയുടെ വാടകയ്ക്കൊപ്പം ഈ ഭക്ഷണത്തിന്റെ വിലയും കൂടി ഇവർ ഈടാക്കുന്ന. സൃഷ്ടി, നോക്കുമോളെ, ഈ വീട് സർലിയുടെ മാത്രമല്ല എന്റെയും കൂടിയാണ്. ഞാൻ നിന്നോട് പറയുന്നു, ഇരുന്ന് ഭക്ഷണം കഴിക്കേ. സോറി അച്ഛമ്മ. അച്ഛമ്മ ഞങ്ങളുടെ പപ്പയുടെ അമ്മയായതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അച്ഛമ്മ ഈ കാര്യത്തിലൊന്നും ഇടപെടണമെന്നില്ല. ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത ബന്ധത്തിന് വേണ്ടി ആ ഒരു ബ്യൂട്ടിഫുൾ അച്ഛമ്മയും ചെറുമക്കളും തമ്മിലുള്ള ബന്ധം അതില്ലാതാക്കരുത് പ്ലീസ്. പിന്നെ ഈ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്ന പൈസക്ക് ഇതിനേക്കാളും നല്ല ഭക്ഷണം ഞങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. ഇതിലും കുറച്ച് പൈസക്ക് കിട്ടിയാലോ ചേച്ചി. സോ താങ്ക്സ് ബട്ട് നോ താങ്ക്സ്. ഞങ്ങൾക്ക് നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വേണ്ട. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്ത് റൂള് വേണമെങ്കിലും വെച്ചോ. ഇന്ന് മുതൽ ഞങ്ങളുടെ റൂൾ ഇതാണ്. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കില്ല. വാ ചേച്ചി, വാ ചേച്ചി ഇങ്ങോട്ട്. സർല, മോളെ ഇരുന്ന് ഭക്ഷണം കഴിക്കേ. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ സ്വന്തം മക്കൾ ഭക്ഷണം കഴിക്കാതിരുന്ന അമ്മ എങ്ങനെയാ കഴിക്കുന്നേ? ഓഹോ, എന്തൊരു വിശപ്പായത്. എന്ത് ചെയ്യും ഞാൻ? ചേച്ചിക്ക് അറിയോ, എനിക്ക് ആദ്യം ഒട്ടും തന്നെ വിശപ്പില്ലായിരുന്നു. പക്ഷെ ഭക്ഷണം കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് വിശപ്പ് തോന്നി തുടങ്ങി. ചേച്ചിക്ക് അറിയാവോ, ആ സ്ത്രീ ഭയങ്കര കുതന്ത്രം പിടിച്ചവരാ. മനഃപൂർവ്വം അവരെങ്ങനെ കാണിച്ചത്. ഭക്ഷണം കണ്ടിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു ചേച്ചി. എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ ചേച്ചി. ഓർഡർ കൊടുക്ക. എവിടുന്നാ?
ആ പറയാം. ദാ ഈ റെസ്റ്റോറന്റ് അടുത്ത് തന്നെ ഉള്ളതാ, പെട്ടെന്ന് ഡെലിവറി ചെയ്യും. പനീർ കടായി ടിക്ക മസാല 110 120 രൂപ. എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന 100 അതും തീർന്നുപോയി. ഇനി 20 രൂപ മാത്രമേ ഉള്ളൂ. ഒരു മിനിറ്റ്. ബ്രെഡ് ബട്ടർ മതിയോ നിനക്ക്? ചേച്ചി ഒരു കാര്യം ചെയ്യ്, ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലും ഓർഡർ ചെയ്യും. എനിക്കൊന്നും തന്നെ വേണ്ട. എന്റെ വിശപ്പ് പെട്ടെന്ന് അങ്ങ് പോയി. പക്ഷെ ചെറുതായിട്ട് വെള്ളം ദാഹിക്കുന്നുണ്ട്. ആ എനിക്കും വെള്ളം ദാഹിക്കുക. അല്ലെങ്കിലും എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ലെന്ന്. സൃഷ്ടി, നിനക്ക് ശരിക്കും വിശക്കുന്നില്ലേ? ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും കിട്ടാതെ വേണ്ട ചേച്ചി, നീ പ്ലീസ്. ബ്രെഡ് ബട്ടർ പറഞ്ഞാലോ? യു നോ വാട്ട്, നമുക്ക് ഈ വിശപ്പിന്റെ കാര്യമൊക്കെ കളഞ്ഞിട്ടേ വെള്ളം കുടിച്ചിട്ട് അങ്ങ് ഉറങ്ങാം. ആ കാരണം ഞാൻ ആ സ്ത്രീയുടെ മുന്നിൽ തോറ്റു കൊടുക്കില്ല. ദാ വെള്ളം കുടിക്ക്, എന്നിട്ട് നമുക്ക് ഉറങ്ങാം. ശല്യം ചെയ്യരുത്. ഞാൻ എന്ത് ശല്യം ചെയ്തെന്ന അമ്മ ഇപ്പൊ കാണുമ്പോ എനിക്ക് ഹരീഷിനെ ഓർമ്മ വരുന്നത്. അവന് ഇതുപോലല്ലേ സംഭവിച്ചത്? എന്തു പറ്റി ഹരീഷിന്? പറഞ്ഞില്ലായിരുന്നു അമ്മയോട് ലാസ്റ്റ് ടൈം വിശാൽ ഹരീഷിന്റെ മകൻ ഒളിച്ചോടി പോയത്? ഏതോ ഗേൾ ഫ്രണ്ടിന്റെ ഒപ്പം. എത്ര അപ്സെറ്റ് ആയിരുന്നില്ലേ ഹരീഷ്? ഇങ്ങനെയുള്ള മക്കൾ ജനിക്കുന്നതിനേക്കാളും നല്ലത് മക്കൾ ഇല്ലാതിരിക്കുന്നതാ. വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയത് മാത്രമല്ല, സ്വന്തം അച്ഛനോടൊന്ന് മിണ്ടുന്ന പോലുമില്ല. ഇനി അവന് മനസ്സിലായിക്കോളും എല്ലാത്തിന്റെയും വില. എല്ലാത്തിന്റെയും വിലയൊക്കെ അവന് മനസ്സിലായി. എന്നാല് തിരിച്ചു വന്നിരിക്കുന്നു നാണവും മാനവും ഇല്ലാതെ. ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് വിവാഹം എന്നൊക്കെ പറഞ്ഞ കളിതമാശയാ. വിവാഹം എന്നൊക്കെ പറയുന്നത് വെറും കുട്ടിക്കളിയാണോ? എന്തുമാത്രം സീരിയസ് ആയിട്ടുള്ള കാര്യമാ. ആ നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഇതിൽ നല്ല പെൺകുട്ടി ഏതാണെന്ന് പറയൂ. പെൺകുട്ടികളുടെ ഫോട്ടോ നോക്കാനുള്ള പ്രായമാണോട് എന്റെ ഇപ്പോ ടെൻഷൻ ആവണ്ട. നീ തന്നെ കണ്ടോ? ഓ എപ്പോ നോക്കിയാലും തമാശയാണ്. വല്ലപ്പോഴും എങ്കിലും ഒന്ന് സീരിയസ് ആയിക്കൂടെ? ഞാനെന്നാ ഉറങ്ങട്ടെ. നിങ്ങൾക്ക് ഇന്ന് കോറിഡോറിൽ ഉറങ്ങാനാണ് താല്പര്യം എന്ന് തോന്നുന്നല്ലോ. വേണമെങ്കിൽ ഇവിടെ കിടന്നുറങ്ങിക്കോ. ഞാൻ പോയി നിങ്ങളുടെ ബ്ലാങ്കറ്റ് എടുത്തിട്ട് വരാം. തിരിച്ചോ അമ്മ ഒറ്റയ്ക്ക് തിരിച്ചോ. എന്ത് പറ്റി? നീ എന്തിനാ എന്നെ വഴക്ക് പറയുന്നത്? ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ. ഓ നല്ല ഫാമിലിയാണ്, നല്ല സ്വഭാവമാണ്, എല്ലാ ഗുണങ്ങളുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഫൈനലൈസ് ചെയ്യാം. ഇത് അമ്മേ കണ്ടിട്ട് അമ്മയുടെ തീരുമാനം പറഞ്ഞേ. ഈ പെൺകുട്ടിയെ നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഇവള് നല്ല കുട്ടിയാ. എടത്തി, ആ ഫോട്ടോസ് എല്ലാം തിരികെ കൊടുത്തേക്കൂ. എന്താ? രോഹിത്തിനവൾ പെർഫെക്റ്റ് ആയിരിക്കും. എന്റെ ചോയ്സാ. എല്ലാരും കണ്ടു നോക്കൂ. ഇത് ഷർലിൻ അല്ലേ? ചേച്ചി, ഇതിലും നല്ല പെൺകുട്ടിയെ ഞങ്ങൾ അവന് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. നല്ല സ്വഭാവമുള്ള എല്ലാ ഗുണങ്ങളുമുള്ള നല്ല സുന്ദരി കുട്ടിയാ. ചേച്ചി ഒരു തവണ അവളെ ഒന്ന് കണ്ടു നോക്കിയാലും ചേച്ചിക്ക് ഉറപ്പായിട്ടും അവളെ ഇഷ്ടപ്പെടും. അമ്മേ കാണിച്ചു കൊടുക്ക്. എന്നുവെച്ചാ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളൊക്കെ കൂടുതൽ സ്വത്തുണ്ടോ? ഇവർക്ക് നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ബന്ധത്തിന്റെ പ്രോഫിറ്റ് വാല്യൂ എന്താണ്? എന്നുവെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ഫോട്ടോഗ്രാഫിലെ പെൺകുട്ടി അത് ഇവിടത്തെ റോട്ടറി ക്ലബിന്റെ ചെയർമാന്റെ മകളാണ്. എന്റെ സുഹൃത്തിന്റെ മകൾ. രോഹിത്തിന്റെ വിവാഹം ഈ പെൺകുട്ടിയുമായിട്ട് നടക്കുകയാണെങ്കിൽ ഈ ബന്ധം നമ്മുടെ ബിസിനസ്സിന് വളരെയധികം ഗുണം ചെയ്യും. ഉയർന്ന ആൾക്കാരുടെ ചിന്തകൾ ഒരുപോലെയാകും. കാരണം അവരുടെ സ്റ്റേറ്റസും ഒരുപോലെ ആയിരിക്കും. ആൻഡ് സ്റ്റേറ്റസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആം ഐ റൈറ്റ് മോം? ഒരു കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം. ഇവര് എൻഗേജ്മെന്റ് ഫംഗ്ഷൻ വിട്ടേക്ക്. ഇവര് രോഹിത്തിനെ പെൺകുട്ടിയെ പരസ്പരം കാണട്ടെ. പെൺകുട്ടിയുടെ കുടുംബത്തെ നമുക്കും കാണാം. രോഹിത്തിന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. Great then. Sounds good. ഈ വിവാഹം നടന്നിരിക്കും. എന്റെ സുഹൃത്തിന്റെ മകളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ എന്റെ വില കൂടും. അല്ലെങ്കിൽ ഇവിടെ ആർക്കാ ധൈര്യമുള്ളത് ഞാൻ പറയുന്നത് നിഷേധിക്കാൻ?